ഓം ശാന്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും റിലേഷൻഷിപ്പിൽ പോവുകയും അത് ബ്രേക്ക് ആവുകയും അത് ബ്രേക്ക് ആയതിൻ്റെ വേദന താങ്ങാനാവാതെ പോയി ആത്മഹത്യ ചെയ്യുക, ഡിപ്രഷനിൽ പോവുക, എനിക്ക് ജീവിക്കാനാവില്ല എന്ന് പറയുക. ഇങ്ങനെ എന്തൊക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവർ സ്നേഹം രണ്ടുപേരുടെ ഭാഗത്തും ഒരുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരാൾ മറ്റൊരാളെ തൻ്റെ സർവസ്വമായി മാനിക്കുന്നു, അവർക്ക് വേണ്ടി ഈച്ച് ആൻഡ് എവറി ആക്ഷൻസ് A to Z കെയറിങ് കൊടുക്കുന്നു, എനിക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്തുള്ള ആൾ അതിനങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ, അവർക്ക് അതേ ഡെപ്തിൽ എന്നോട് സ്നേഹമുണ്ടോ, അവർക്കും A to Z ഞാൻ തന്നെയാണോ എന്നൊന്നും ചിന്തിക്കാൻ പോലും നിൽക്കില്ല. പൂർണ്ണമായിട്ട് നമ്മുടെ മനോലോകത്തിൻ്റെ ഒരു കോട്ട കെട്ടി അതിൻ്റെ ഉള്ളിൽ താമസിച്ച് ഇനി അതവർക്ക് പറ്റില്ല, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് പോകാൻ പറ്റില്ല, നിങ്ങൾ ഡ്രീം കണ്ടതാണ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ കേൾക്കുന്നതോടുകൂടി പോയിട്ട് എനിക്ക് ജീവിതം മതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇനി ജോലി വേണ്ട എന്ന് പറയുന്നു, പഠനം അവസാനിപ്പിക്കുന്നു, എന്തെങ്കിലും രീതിയിൽ പോയിട്ട് ഡിപ്രഷനായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്നു, ഉറക്കഗുളിക കഴിക്കേണ്ടി വരുന്നു, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരുന്നു. എന്തൊക്കെ അവസ്ഥകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, എല്ലാ മനുഷ്യന്മാരുടെയും അവസാന ആശയം ഒരിക്കലും എൻ്റെ സർവസ്വവും എന്ന് ഒരാളെക്കുറിച്ചും പറയരുത്. സർവസ്വവുമായി നിൽക്കുന്ന ആര് മാത്രമാണെന്നറിയോ? സ്വയം ഭഗവാൻ മാത്രം. ഒരു മനുഷ്യൻ്റെ A to Z ഒരു നിമിഷമെങ്കിലും പിരിയാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഈശ്വരനേ ഉള്ളൂ. മനുഷ്യൻ എത്ര തന്നെ സ്നേഹിച്ചാലും ഒരു ഘട്ടം വന്ന മരണം പിരിക്കാതിരിക്കുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് ഈ ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം പറഞ്ഞപ്പോൾ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കലും രാജാവിൻ്റെ സദസ്സിൽ സുന്ദരമായി നൃത്തം ചെയ്യുന്ന ഒരു നർത്തകി ഉണ്ടായിരുന്നു. സജനി എന്നാണ് നർത്തകിയുടെ പേരായിരുന്നത്. അവരുടെ നൃത്തം ആ രാജ്യത്തിൽ മുഴുവൻ പ്രസിദ്ധമായിരുന്നു. എല്ലാവരോടും മനോഹരമായി പെരുമാറാനും മധുരമായി പെരുമാറാനും കഴിവുള്ള സുന്ദരിയായിരിക്കുന്ന നർത്തകിയായിരുന്നു ആ സജനി. ആ നാട്ടിൽ തന്നെ മകരന്ദൻ എന്ന പേരിൽ സുന്ദരമായിട്ട് അതിമനോഹരമായി പാടുന്ന ഒരാളും ഉണ്ടായിരുന്നു. സജനിയുടെ നൃത്തങ്ങൾക്ക് മകരന്ദൻ പാടുമായിരുന്നു. മകരന്ദൻ്റെ പാട്ടും സജനിയുടെ നൃത്തവും കൂടി ചേരുമ്പോൾ ആ നാട്ടിലെല്ലാവർക്കും കണ്ണും കാതും ഒരുപോലെ കുളിരുന്ന സദ്യയായിട്ട് മാറാറുണ്ട്. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള പരിപാടികൾ പലതും നടന്നിരുന്നു. ആ സമയത്ത് മകരന്ദൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. സജനി എനിക്കെല്ലാതുമാണ്, സജനിയും ഞാനും ചേർന്നൊരു ലോകം നല്ലതാണ്, ഇങ്ങനെ തൻ്റെ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ആ രാജാവിൻ്റെ സദസ്സിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് കുറച്ച് അതിഥികളെത്തി. അപ്പോൾ രാജാവ് വിചാരിക്കുകയാണ്, ഈ മകരന്ദൻ്റെ പാട്ട് കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആനന്ദമാവും. എന്തായാലും നർത്തകി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രജകളുടെ മുന്നിൽ നൃത്തം ചെയ്താൽ മതി, എന്തായാലും അന്യരാജ്യക്കാരുടെ മുന്നിൽ വരണ്ടാന്ന് രാജാവിന് മനസ്സിൽ തോന്നി. അങ്ങനെ രാജാവ് മകരന്ദനെ പാടാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പം മകരന്ദൻ പറയും, ഒരു കാരണവശാലും സജനി ഇല്ലാത്ത ഒരു പരിപാടി എനിക്കില്ല, ഞാൻ പാടുന്നത് സജനിക്ക് വേണ്ടിയാണ്, ജീവിക്കുന്നത് സജനിക്ക് വേണ്ടിയാണ്, എന്തും ചെയ്യുന്നത് സജനിക്ക് വേണ്ടിയാണ്, അല്ലാതെ ഞാൻ ചെയ്യില്ല എന്ന് പറയും. അപ്പം രാജാവിന് വളരെ ദേഷ്യം തോന്നും. ആ നിമിഷം തന്നെ അവന് നാട് കടത്തിയാലോ എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പം മന്ത്രി പറയും, അതിഥികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ, സജനിയോട് പറയൂ മകരന്ദനോട് പാടാൻ പറയാം, എന്നാ പാട്ട് നടക്കുമെന്ന് പറയും. അങ്ങനെ സജനി പോയിട്ട് മകരന്ദനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീ എനിക്ക് വേണ്ടി പാടണം എന്ന്. അങ്ങനെ മകരന്ദൻ സജനിക്ക് വേണ്ടി കൊട്ടാരത്തിൽ വന്നു മനോഹരമായി പാടി. പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ രാജാവ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അതിഥികളൊക്കെ പോയി കഴിഞ്ഞ ശേഷം രാജാവ് ഇയാളെ വിളിച്ച് പറയുകയാണ്, നീ ഒരു രാജാവ് എന്ന നിലയ്ക്ക് ഒരു വലിയ ഗായകനായിട്ട് നിന്നെ ഞാൻ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നീ രാജാജ്ഞ ധിക്കരിച്ചുകൊണ്ട് സജനി പറഞ്ഞാലേ മാനിക്കൂ, നീ പറഞ്ഞാൽ മാനിക്കില്ലെന്ന് നീ എതിർത്തു. അതുകൊണ്ട് ഒരു കലാകാരനായതുകൊണ്ട്, ഒരു ഗായകനായതുകൊണ്ട് നിന്നെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ നാട്ടിൽ നിന്നെ നാട് കടത്തുകയാണ്, ഇനി ഒരിക്കലും എൻ്റെ രാജ്യത്തിനെ കണ്ടുപോകരുത് എന്ന്. അയാൾക്കൊരു വിഷമം ഉണ്ടായില്ല. ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വേഗം വരും. തൻ്റെ സംഗീതത്തിന് എല്ലാ ഉപകരണങ്ങളും കെട്ടിവെച്ചിട്ട് നേരെ സജനിയോട് വന്ന് പറയുകയാണ്, രാജാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നീയും എല്ലാ സാധനങ്ങളും എടുത്ത് നമുക്ക് പോവുക ഇവിടം വിട്ടെന്ന് പറയും. അപ്പോൾ സജനി പറയും, നിങ്ങൾക്കാണ് രാജാവ് നാടുകടത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് നാടുകടത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് ഈ രാജ്യം, ഈ രാജ്യത്തെ പ്രജകൾ, ഇവിടുത്തെ രാജാവ്, അവരെനിക്ക് സ്നേഹവും ആദരവും എല്ലാം തരുന്ന ആളാണ്, ഞാൻ ഒരിക്കലും ഇവിടം വിട്ടു പോവില്ല എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാനാവില്ല, നീ വന്നില്ലെങ്കിൽ ഞാൻ പോയി മരിക്കുന്ന പറയും. അപ്പോൾ സജനി പറയും, നിന്നോട് ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ എൻ്റെ കൂടെ ജീവിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു പറഞ്ഞിട്ടില്ല, അത് നിൻ്റെ സ്വപ്നമാണ്, നീ ഉണ്ടാക്കി കോട്ടയ്ക്കുള്ളിൽ വിദേശത്ത് അലയാൻ വേണ്ടി ഞാൻ വരുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നിനക്ക് പോവാൻ, ഞാനിവിടെ നിൽക്കില്ല, ഞാനിവിടെ താമസിക്കൂ പറയാണ്. അങ്ങനെ മനം മടുത്ത മകരന്ദൻ പോയിട്ട് ജീവൻ ഒടുക്കുകയാണ്.
അതിൽ എന്തർത്ഥമുള്ളേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കലാകാരനാണ്, കഴിവുണ്ട്, ഞാനൊരു മകരന്ദൻ്റെയും ഒരു സജനയുടെയും കഥയാണിത് കേട്ടു എന്ന് മാത്രം. പക്ഷേ റിയാലിറ്റിയിൽ എത്രയോ മകരന്ദന്മാർ ഇത്തരത്തിൽ സജനിമാർക്ക് വേണ്ടി ജീവിക്കുന്നു, എത്രയോ സജനിമാർ മെസ്സേജ് അയക്കുന്നു, സംസാരിക്കുന്നു, വാട്സപ്പിൽ പറയുന്നു, വോയിസ് മെസ്സേജ് ഇടുന്നു, എനിക്കിനി ജീവിക്കേണ്ട. നിങ്ങൾ നോക്കിയാൽ കാണാം, പ്രോഗ്രാമിൻ്റെ താഴെയുള്ളതായിരിക്കുന്ന കമൻസിൽ പറയുന്നു എനിക്കിനി ജീവിക്കേണ്ട. എന്തിനു വേണ്ടിയിട്ട്? ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ ഒരിക്കലും പരമമായിരിക്കുന്ന ആധാരമാവുന്നില്ല, സർവസ്വവുമാകുന്നില്ല. സുഖം തരുന്നുണ്ടായിരിക്കാം, സ്നേഹം തരുന്നുണ്ടായിരിക്കാം, കെയറിങ് തരുന്നുണ്ടായിരിക്കാം. ഒരു റിലേഷൻഷിപ്പിനെ ആ റിലേഷൻഷിപ്പായിട്ട് എടുക്കൂ. ഒരു റിലേഷനിൽ നമ്മളൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണും, നമ്മൾ ഒരുപാട് കാര്യം കൊടുക്കുന്നു. അപ്പം നമ്മൾ മനസ്സിനുള്ളിൽ എല്ലാ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലും തകർച്ച ഞാൻ കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒരു റിലേഷൻഷിപ്പ് ക്ലോസ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് ഈ റിലേഷൻ്റെ പ്രത്യേകത എനിക്ക് അതൊക്കെ കണ്ടെറിഞ്ഞ് ഞാൻ കൊടുത്തതൊക്കെ ഇങ്ങോട്ട് തന്നോളണം എന്ന് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷകൾ തകരുന്നതോട് കൂടിയിട്ട് ഒന്നുകിൽ ബന്ധം തകരും, അല്ലെങ്കിൽ പലരും ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഒരിക്കലും പോകരുത്. ഒരു കാര്യം മനസ്സിലാക്കിയേക്കണം, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ജീവൻ ദാനം തന്നവൻ ഭഗവാനാണ്. അതുകൊണ്ട് ജീവൻ എടുക്കാനുള്ള അധികാരവും ഭഗവാനേ ഉള്ളൂ. ഈ അവസാന ശ്വാസം വരെ നശിപ്പിക്കാതെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി തൻ്റെ കർമ്മത്തും കൊണ്ട് പുണ്യം ചെയ്യാനുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. കർമ്മം ചെയ്യാനുള്ളതായിരിക്കുന്ന ഫ്രീഡം നമുക്കുണ്ട്, കർമ്മഫലം അനുഭവിക്കാനുള്ളതായിട്ടുള്ള പ്രതിബദ്ധതയുമുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നമുക്ക് ആധാരമായി സെലക്ട് ചെയ്യരുത്. എല്ലാവർക്കും ഒപ്പം ജീവിക്കാം, എല്ലാവർക്കും ആധാരമാകാം എന്ന് ചിലർത്ഥം നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ സഹയോഗം കൊണ്ട്, സഹായം കൊണ്ട് നിങ്ങളാലാകുന്ന എത്ര പേർക്ക് വേണമെങ്കിൽ നിങ്ങൾ ആധാരമായിക്കോ. പക്ഷേ നമ്മൾ അവരുടെ ആധാരമൊന്നും വരുത്തി തീർക്കരുത്. അവരൊക്കെയാണ് എൻ്റെ ആധാരം എന്ന് വിചാരിക്കരുത്. എല്ലാ മനുഷ്യന്മാർക്കും ആധാരമായിരിക്കുന്നത് ഭഗവാനാണ്. ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട്, നിരാധാര മനുക്കോ ഹേ ആധാര ശിവക്ക എന്ന്. ഏത് മനസ്സ് നിരാധാരമാകുന്നു ആ മനസ്സുകളിലെല്ലാം തന്നെ ആധാരമായി ഭഗവാൻ പ്രവർത്തിക്കുമെന്ന്. അതുകൊണ്ട് മനസ്സിനെ നിരാധാരമാക്കിക്കൊണ്ട് നമുക്കെല്ലാത്തിനും ആധാരം ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സാഗരത്തിൻ്റെ ആധാരത്തിൽ നിന്ന് ഈ പ്രകൃതിയിലെ എല്ലാ മനുഷ്യന്മാർക്കും ആധാരമാകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നെങ്കിലും, ഏത് ലൈഫ് സ്റ്റൈൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും, ഏത് കർമ്മപഥത്തിലൂടെ മുന്നേറുന്ന ആളാണെങ്കിലും അവിടെ എല്ലാം തന്നെ നമ്മൾ ആധാരമാവാൻ നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് ആധാരം ഒരു മനുഷ്യനെ ആക്കരുത്. മനുഷ്യൻ്റെ ആധാരം ഈശ്വരനായിരിക്കണം. കർമ്മം കൊണ്ട് മറ്റെല്ലാവർക്കും സുഖം കൊടുക്കാൻ ആധാരം നമ്മളാവണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ആരെയും ആക്കരുത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ എപ്പോഴും മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഇത്തരം ഒരു ചിന്തയും, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാനാവില്ല, എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി, ജന്മം തന്ന് വളർത്തിയെടുത്ത മാതാപിതാക്കൾ 18ഉം 20ഉം വയസ്സുവരെ ജീവിപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്നിട്ട് ഏതോ ഒരുത്തൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ഏതോ ഒരുത്തിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഈ മാതാപിതാക്കളോടും തൻ്റെ കുടുംബത്തോടും നന്ദി കേട് കാണിച്ചു പോയി മരിക്കുന്ന കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് എവിടെയാണ് നന്മയുള്ളത്? അതുകൊണ്ട് തൻ്റെ ഉള്ളിലെ നന്മയെ വളർത്തിയെടുക്കണം. വൈകാരികമായിരിക്കുന്ന വികൃതമായ ചിന്തകൾ കൊണ്ട് ജീവിതത്തെ ഒരിക്കലും തകർക്കരുത്. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. വളർത്തുമ്പോഴേ പഠിപ്പിക്കൂ, ജീവിതത്തിൻ്റെ ആധാരം ഒരു മനുഷ്യനല്ല ഈശ്വരനാണ്. വളർന്ന കുട്ടികളെ നിങ്ങളും മനസ്സിലാക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ഈശ്വരനാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് സ്വയം അവനവനിലും ഭഗവാനിലും ആധാരമാക്കി മുന്നോട്ട് പോകൂ. എങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിന് തന്നെ ആർക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ ആരാലും തോൽപ്പിക്കപ്പെടാത്ത സശക്തമായിരിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.